ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ചിക്കൻ റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് പട്ട, കുറച്ച് പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ടും നന്നായി ചൂടായി മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് സവാള കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് നമ്മൾ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. തക്കാളി സവാളി നന്നായി മിക്സ് ആയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ മസാലയും പിന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാരണം ഞാൻ നോർമൽ മുളക് പൊടി എടുത്തിട്ടില്ല. കാരണം ഇത് മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഒരുപാട് സ്പൈസി ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊന്ന് സെറ്റാക്കി എടുക്കുന്നു കേട്ടോ. എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചിക്കന് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ആ ചിക്കൻ നന്നായിട്ട് മസാലയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജോയിൻ്റാക്കി എടുക്കുന്നു. ഇതിപ്പോൾ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ സവാള വഴറ്റാനുള്ള ഉപ്പ് മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഒക്കെ ഒന്ന് ചിക്കനും മസാലയും ഒക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആയി വന്നിട്ടുണ്ട്, ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഓക്കെ ആക്കി കേട്ടോ. ഇതാ ഇവിടെ കഴിക്കാൻ തുടങ്ങി മക്കൾ. കുറച്ച് റൈസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.